തുമ്പിതുള്ളി തതിനതിൻ തുത്തുവാരടി. അതിഗംഭീരമായ 2 പാട്ടുകളുള്ള സിനിമ. അതിലൊന്ന് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ. പിന്നെ രസമുള്ളൊരു പാട്ടുണ്ട്, കബഡി 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 കണ്ണുകൊണ്ട് കാവടി തുമ്പിതുള്ളി താതിനതിൻ തൂത്തുവാരടി. സ്വീപ്പറിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ്റെ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് അവിടെ റിക്വയർമെൻറ്റ്സ് എഴുതി കൊടുത്ത പേപ്പർ അടിച്ചു മാറ്റി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോവും. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ ഒരുക്കി എം ജയചന്ദ്രൻ സംഗീതം പകർന്നിട്ടുള്ള നല്ല രസമുള്ള പാട്ടുകളുള്ളൊരു സിനിമയായിട്ടാണ് നമ്മൾ തമ്മിൽ എന്ന സിനിമ ഇന്നലെ വരെ എനിക്കറിയാമായിരുന്നത്. പക്ഷേ ഒരു കാര്യമില്ലാതെ ഞാൻ ആ സിനിമ മുഴുവനായിട്ടിരുന്ന് കണ്ടു. ഇപ്പോൾ കുറച്ച് ട്രോളുകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. മാത്രമല്ല എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ആ സിനിമ കാണേണ്ടി വന്നില്ല. അതെൻ്റെ ഭാഗ്യമായിരുന്നു, ഞാനത് തിരിച്ചറിയണമായിരുന്നു. പക്ഷേ ചില പണികളൊക്കെ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മളത് ഏണി വെച്ച് പിടിക്കാമെന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലെ ഞാൻ ആ സിനിമ കണ്ടു തീർത്താണ്. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ആ സിനിമ കാണരുത് കണ്ടിട്ടില്ലെങ്കിൽ. കാരണം ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അൺവാച്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മറന്നു കളയാൻ പറ്റില്ല. അത്രമേൽ മ്ലേച്ഛവും ബീബൽസവും ജുഗുപ്സാവഹവുമായ അഭിനയ മുഹൂർത്തങ്ങളും കഥാസന്ദർഭങ്ങളും ഒക്കെയുള്ള ഒരു പ്രത്യേകതരം സിനിമയാണ് നമ്മൾ തമ്മിൽ. ഗീതു മോഹൻദാസിന് തെക്കേടത്തമ്മ പുരസ്കാരം വരെ കിട്ടേണ്ട ഒരു ഗംഭീര പ്രകടനം തന്നെ ഈ സിനിമയിൽ കാഴ്ചവെക്കാനായിട്ടുണ്ട്. വിജി തമ്പിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സംവിധാന കരിയറിൻ്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, ഈ കരിയർ ഏകദേശം അവസാനിക്കാറായെന്ന് തോന്നിയിട്ട് പുള്ളി ഓടിച്ചിട്ട് ചെയ്ത സിനിമകളാണോ എന്നറിയില്ല. അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നമുക്ക് നിർത്താൻ പറ്റുന്ന തട്ടിക്കൂട്ട് സിനിമകളിൽ ഒന്നാണ് നമ്മൾ തമ്മിൽ. പിന്നെ ഈ സിനിമ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് സിനിമ മുഴുവനായിട്ട് എവിടെയും കാണാൻ പറ്റില്ല. സൺ നെക്സ്റ്റിലും യൂട്യൂബിലും 2 പ്രിൻ്റ് വീതം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സൺ നെക്സ്റ്റിൽ സിനിമ കാണുന്ന സമയത്ത് ഏതോ സീൻ കട്ടായതുപോലെയൊക്കെ തോന്നും. അപ്പോൾ അത് നമ്മൾ യൂട്യൂബിൽ വന്ന് നോക്കുമ്പോൾ ആ സീനിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് വരിക. പക്ഷേ യൂട്യൂബിലും ഫുള്ളായിട്ടില്ല, ചില സീൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കട്ടായി പോയിട്ടുണ്ടാകും. അത് നമ്മൾ സൺ നെക്സ്റ്റിൽ വന്ന് കാണണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ സർവീസ് അടിച്ചിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടു തീർത്തത്. അതിനുശേഷം ഫിൽമി ഷെയ്ക്കിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു റോസ്റ്റിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ 2 ക്ലിപ്പിലും ഇല്ലാതെ പോയ ചില സാധനങ്ങളും കൂടി ശരിക്കും സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. അത് ആരാണാവോ ഇത്ര ബ്രില്യൻ്റ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. അതിനേക്കാൾ വലിയ സങ്കടം ശ്രീകർ പ്രസാദിനെ ആലോചിച്ചിട്ടാണ്. കാരണം അദ്ദേഹമാണ് ഈ സിനിമ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. എത്ര വട്ടം ഇത് കാണേണ്ടി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ സിനിമ മുഴുവൻ കണ്ടു തീർക്കുമ്പോഴുള്ള ഏറ്റവും വലിയ വിശ്വസിക്കാനാവാത്ത സത്യം എന്ന് പറയുന്നത്, ജോൺ പോളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി സംഭാഷണം ഒരുക്കിയിട്ടുള്ളതെന്നും ഇതിൻ്റെ തിരക്കഥയിൽ അദ്ദേഹം കൂടി ഭാഗമായിട്ടുണ്ട് എന്നുള്ളതുമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പം ജോൺ പോളെ ഞാൻ തൻ്റെ ക്രെഡിറ്റ് വെച്ചോട്ടെ എന്ന് ചോദിച്ചു വേറെ ആരെങ്കിലും കൊണ്ട് വിജി തമ്പി എഴുതിപ്പിച്ചതാണോ എന്ന് പോലും സംശയം തോന്നുന്ന അത്രയും മ്ലേച്ഛമായ ഡയലോഗുകൾ. എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഗീതു മോഹൻദാസിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, വെട്ട് റാസ്കൾ എന്ന് വിളിക്കുന്ന ഒരു വിളിയൊക്കെ ഉണ്ട്. പെറ്റത്തള്ള സൈക്കിള. നമുക്ക് സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. അതിഗംഭീരമായ ഒരു സ്റ്റോറി ലൈനാണുള്ളത്. ശരിക്കും ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ചുരുളഴിയുന്ന കഥയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരേ ഒരാൾ ഒരു കൊനഷ്ട് വല്യപ്പൻ, അയാൾ കാരണമാണ് ഈ എൻ്റയർ സിനിമ നമ്മൾ സഹിക്കേണ്ടി വന്നത്. കാരണം അയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിയുടെ മരുമോനായിട്ടുള്ള രാമചന്ദ്രൻ നായരെ വിളിച്ച് സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിച്ച് വലിയ IAS ഉദ്യോഗസ്ഥനാക്കും. ഈ പുള്ളിക്ക് ലക്ഷ്മി എന്ന് പറഞ്ഞൊരു മകളുണ്ട്. അപ്പോൾ ഇവൻ IAS ട്രെയിനിങ്ങിനൊക്കെ പോവേ അവിടെ വെച്ച് റോസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി അയാൾ പ്രണയത്തിലാവുന്നു. നല്ല കാര്യമല്ലേ? അവർ തമ്മിൽ ചില ബന്ധനങ്ങളൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ വല്യപ്പന് ഹാർട്ട് അറ്റാക്ക് വന്ന് പുള്ളി തട്ടിപ്പോകാൻ കിടക്കുകയാണ്. മിക്കവാറും പഴയ സിനിമകളിലൊക്കെയുള്ള അതേ പരിപാടികൾ. ചാകാറായി കിടക്കുന്ന വല്യപ്പൻ പഴയ കടങ്ങളുടെയും കടപ്പാടുകളുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിൽ ഏറ്റവും അഭ്യസ്തവിദ്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ തപ്പിയെടുത്ത് തൻ്റെ മകളെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുക. അങ്ങനെ പഠിപ്പിച്ച് IAS വരെയൊക്കെ ആക്കിയല്ലോ, അതുകൊണ്ട് എൻ്റെ കണ്ണടയതിന് മുമ്പ് ലക്ഷ്മി കുട്ടിയെ നീ കല്യാണം കഴിക്കുക എന്നാ വല്യപ്പൻ പറഞ്ഞു. അപ്പം തന്നെ രാമേന്ദ്രൻ നായർ കല്യാണം കഴിച്ചു. നല്ല മനുഷ്യനാട്ടോ. അങ്ങനെ പുള്ളിക്ക് 2 മക്കളുണ്ടാകുന്നു. അതിലൊന്നാണ് നമ്മൾ ഈ സിനിമയിൽ ആവർത്തിച്ച് സിനിമയുടെ തുടക്കം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന നായകൻ പൃഥ്വിരാജ്. വിഘ്നേശ്വർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും വിക്കി എന്ന് എല്ലാവരും വിളിക്കും. ഈ സിനിമയിൽ ആദ്യത്തെ ഒരു 25 മിനിറ്റിനിടയ്ക്ക് 25 തവണയിലധികം വിക്കി 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 എന്നുള്ള വിളിയുണ്ട്. അതിൽ തന്നെ ഒരു 4-5 എണ്ണം പൃഥ്വിരാജ് സ്വയം വിളിക്കുന്നതാണ്. പിന്നെ നായികയായിട്ടുള്ള ഗീതു മോഹൻദാസിൻ്റെ അനു എന്ന് പറയുന്ന കഥാപാത്രവും കുറേ തവണ വിക്കി വിക്കി വിളിക്കുന്നുണ്ട്. ഞാൻ വെറുതെ ഇരുന്ന് എണ്ണി നോക്കിയേ, അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സിനിമയിലെ യഥാർത്ഥ മാനസിക രോഗി നമ്മൾ വിചാരിക്കുന്ന പോലെ വിക്കിയല്ല, അത് ഗീതു മോഹൻദാസിൻ്റെ അനുവാണ്. കാരണം ഒരു സീനിൽ തന്നെ 5-6 തവണ പൃഥ്വിരാജ് അനു 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 എന്ന് വിളിക്കുന്നുണ്ട്. അതെല്ലാം കൂടി കൗണ്ട് ചെയ്ത് വരുമ്പോൾ സിനിമയിൽ ഏറ്റവും അധികം ആവർത്തിച്ച് വന്നിട്ടുള്ള പേര് അനു ആയിരിക്കണം. അത് കഴിഞ്ഞൊരു ജോണി വന്നിട്ടുണ്ട്, ജോണിയിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ രാമേന്ദ്രൻ നായർക്കും ലക്ഷ്മിക്കുട്ടിക്കും കൂടി 2 മക്കളാണേ. ഒന്ന് ഉമയാണ്, മറ്റൊന്ന് വിഘ്നേശ്വരനാവുന്നു. നല്ല പേരുകൾ. ഇവരിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് മകൻ്റെ കോളേജിൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ വിളിച്ചതിൻ്റെ ഭാഗമായി രാമേന്ദ്രൻ നായർ വിക്കിയും കുട്ടി കോളേജിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ദാ അവിടെ നിൽക്കുന്നു റോസി. അപ്പോൾ റോസിക്ക് എന്താ അവിടെ കാര്യം എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. റോസിയുടെ മകനാണ് ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന ജോണി എന്ന കഥാപാത്രം.
ജോണി ജോണി യെസ് പപ്പ എന്നാണല്ലോ. അങ്ങനെ ജോണിയുടെ അച്ഛൻ മരിച്ചു പോയതാണത്രേ. അങ്ങനെ പഴയ കാമുകിയെ കണ്ട രാമേന്ദ്രൻ നായർ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്നുള്ള ഭാവത്തിലൊക്കെ ഇരിക്കുന്നു. ഇദ്ദേഹം വളരെ ബുദ്ധിപരമായി ലക്ഷ്മിക്കുട്ടിയോട് പണ്ടേക്ക് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റോസിയുടെ മോനാണ് ജോണി എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കി ഞെട്ടിത്തരിച്ച് വീട്ടിൽ ചെന്ന് ലക്ഷ്മിയോട് ഇദ്ദേഹം ഈ കാര്യമൊക്കെ പറയുന്നുണ്ട്. പഴയ പ്രേമമാണെങ്കിലും മറ്റെന്തെങ്കിലും ആരോപണങ്ങളുമായി റോസി മുന്നോട്ട് വന്നാലോ എന്ന് കരുതി ലക്ഷ്മിക്കുട്ടി നേരെ റോസിനെ ചെന്ന് കാണുകയാണ്. അവിടെ വെച്ച് ഞാൻ പറയൂല, പക്ഷേ പറയും, എന്നാലും എനിക്ക് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് റോസി വെളിപ്പെടുത്തുകയാണ് ജോണി എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ രാമേന്ദ്രൻ നായരാണത്രേ. എന്തായാലും കൊച്ചിന് ഒരു പേരിട്ട് കൊടുത്തു. രാമേന്ദ്രൻ നായരുമായിട്ട് എന്തെങ്കിലും സാദൃശ്യമുള്ളൊരു പേരിട്ട് കൊടുക്കായിരുന്നു. അങ്ങനെ ജോണിയും വിക്കിയും സഹോദരങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നു. പക്ഷെ അത് പണ്ടേ മല്ലികാ സുകുമാരൻ അറിയായിരുന്നു. കാര്യം ഇത് രണ്ടും ചെയ്തിട്ടുള്ള അവരുടെ മക്കളാണല്ലോ. അപ്പോൾ ഈ സത്യം പിന്നീട് തിരിച്ചറിയുന്ന അനു എന്ന് പറയുന്ന കഥാപാത്രം ഇവർ രണ്ടുപേരും വളരെ പബ്ലിക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ സഹോദരങ്ങളാണോ എന്ന് വിളിച്ച് പറയുന്നു. അങ്ങനെ ഈ കളി അവസാനിക്കുമ്പോൾ ഗോൾ അടിച്ചിട്ടുള്ള ആളെന്ന് പറയുന്നത് രാമേന്ദ്രൻ നായർ IAS ആണ്. കാരണം ലക്ഷ്മിക്കുട്ടിയെ അദ്ദേഹം വിഷമിപ്പിച്ചിട്ടില്ല, റോസിനെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നിനു പകരം 2 ആൺമക്കളെ കിട്ടിയിരിക്കുകയാണ്. പിന്നെ വാ പോയ കോടാലി പോലെ ഒരു മരുമോളെ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. സിനിമ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഒരു കോളേജ് ഇലക്ഷനാണ്. അവിടെ വിക്കി മത്സരിക്കുന്നുണ്ട്, റോയ് പോൾ മത്സരിക്കുന്നുണ്ട്, പിന്നെ ഒരു വോട്ട് മാത്രം കിട്ടുന്ന ഒരു സാബുവും മത്സരിക്കുന്നുണ്ട്. ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ നായകൻ വിക്കി വിജയിക്കുകയാണ്. ഏകദേശം 30-നും 40-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്ന എഞ്ചിനീയറിംഗ് കോളേജ്. അങ്ങനെ അവർ ഈ വിക്കി വിജയിച്ച സന്തോഷത്തിൽ വിക്കിയെ പൊക്കി എടുത്ത് കോളേജിന് ചുറ്റും വലം വെക്കുന്ന സമയത്ത് റോയ് പോളിൻ്റെ കൂട്ടുകാർ മുകളിൽ നിന്ന് ഓലപ്പടക്കത്തിൻ്റെ ഒരു മാല പൊട്ടിച്ച് താഴേക്ക് ഇടുന്നു. ഇതിൽ മനം നൊന്ത് വിക്കിയും കൂട്ടരും റോയ് പോളിൻ്റെ ഗ്യാങ്ങിനെ ഓടിച്ചിട്ട് അടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വിക്കി 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 എന്ന് വിളിച്ച് പുറകെ ഓടുന്ന അനുവിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ സിനിമ കാണുന്ന സമയത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിൽക്കാലത്ത് ഗംഭീര വേഷങ്ങൾ, വലിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അഭിനേതാക്കളെയൊക്കെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിൽ അവിടെ ഇവിടെ മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, വിനായകൻ അടക്കമുള്ള താരങ്ങളെ. അങ്ങനെ ആ കോളേജിൽ അടി പൊട്ടിയില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പോലീസുകാരൊക്കെ ഒരു വണ്ടി പോലീസുമായിട്ട് വന്ന് ഇറങ്ങി നിൽപ്പുണ്ട്. ആരോട് ചോദിച്ചിട്ടാണോ എന്തോ. എന്തായാലും പോലീസുകാർ അങ്ങനെ അവന്മാർ തല്ലി തീർക്കട്ടെ, അവസാനം ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് വാരിക്കൊണ്ട് പോകാം എന്ന് പോലീസുകാർ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കോളേജ് പ്രിൻസിപ്പൽ കഥാപാത്രം അങ്ങോട്ടേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുകയാണ്. ആ കോളേജിനെ കുറിച്ച്, ഈ സിനിമയെക്കുറിച്ച് അദ്ദേഹം തന്നെ അതിഗംഭീരമായൊരു ഡയലോഗ് ആസ് എ ക്യാരക്ടർ ഈ സിനിമയിൽ പറയുന്നുണ്ട്. എല്ലാ വേസ്റ്റും കൊണ്ടിടാൻ പറ്റുന്ന സ്ഥലമാണല്ലോ ഈ കോളേജ് എന്ന്. സത്യമാണ്, പച്ച പരമാർത്ഥം. അങ്ങനെ ആ തല്ലും വഴക്കൊക്കെ ഒഴിവാക്കി കുറച്ച് ഇംഗ്ലീഷിൽ ഡയലോഗ് അടിച്ച് പ്രിൻസിപ്പൾ പോവുകയാണ്. അത് കഴിഞ്ഞ് ഈ തരുണിമണികൾ, കോളേജിലെ വിദ്യാർത്ഥിനികൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന ഒരു തിയേറ്ററിൽ സിനിമ കാണുകയാണ്. ഇത്ര വൃത്തികെട്ട ഓഡിയൻസിനെ നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഒരു സിനിമ തിയേറ്ററിൽ എങ്ങനെ ഇരുന്ന് സിനിമ കാണരുത് എന്ന് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു കഥാപാത്ര നിർമ്മിതി തന്നെ ഈ സിനിമയിൽ വിജയ് തമ്പി നമുക്ക് കാണിച്ചു വരുന്നുണ്ട്. ഫോൺ വിളിച്ച് ഒച്ചത്തിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടിലെ വിശേഷവും വെറുപ്പിക്കലും എല്ലാം പറഞ്ഞ് മനുഷ്യനെ വെറുപ്പിക്കുന്ന അത്രയും തല്ലിപ്പൊളി ഓഡിയൻസ് ആയിട്ട് അവർ ആ തിയേറ്ററിൽ ഇരിപ്പുണ്ട്. പക്ഷേ തിയേറ്ററിൽ മാത്രമല്ല, സിനിമയിലുടനീളം അവരെല്ലാവരും കടുത്ത വെറുപ്പിക്കലാണ്, എസ്പെഷ്യലി ഗീതു മോഹൻദാസ്. അപ്പോൾ അവർ തിയേറ്ററിലിരുന്ന് വിളിച്ചത് വിക്കി എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. വിക്കി ബാറിലാണല്ലോ. കോളേജ് ഇലക്ഷൻ ജയിച്ചത് പ്രമാണിച്ച് അടിച്ച് ഫിറ്റായി സെറ്റായി കൂട്ടുകാരൊക്കെ കൂടിയിരുന്ന് വട്ടം കറങ്ങി എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരല്ലേ, ശരിക്കും ഈ കള്ള് ഷാപ്പിലൊക്കെ പ്രായമായ ആളുകളിരുന്ന് വെള്ളം അടിക്കുന്ന പോലെ അടിച്ച് പാമ്പായിട്ട് കുറേ എണ്ണ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ഈ പെൺകുട്ടികൾ ഒരു വലിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യം ചെയ്യുകയാണ്. ഈ ആൺകുട്ടികളിരുന്ന് മദ്യപിക്കുന്ന അതേ ബാറിലേക്ക് ഗീതു മോഹൻദാസ് അവരുടെ കൂട്ടുകാരുമായിട്ട് ഇടിച്ചങ്ങ് ചെന്ന് കയറുകയാണ്. ഇനി മുതൽ അങ്ങോട്ടേക്ക് ഞാൻ ഗീതു മോഹൻദാസ് എന്ന് പറയുന്നതിനേക്കാൾ അനു എന്ന് പറയുകയാണ്, തിരിച്ചറിയുമല്ലോ അല്ലേ. അങ്ങനെ അവർ വെള്ളമടിച്ച് കോൺ തെറ്റാൻ ശ്രമിക്കുന്ന ഈ സംഭവം വിക്കി വന്ന് തടയുകയാണ്, നോ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ കോളേജ് ഇലക്ഷൻ ജയിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പാട്ടൊക്കെയാണ്. ഈ പരിപാടി എല്ലാം കഴിഞ്ഞ ശേഷം അനു അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അനുവിൻ്റെ അച്ഛൻ പുരോഗമന കറിയാച്ചൻ, അദ്ദേഹം പാലക്കാരൻ നസ്രാണിയാണ് എന്ന് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഇടക്കിടക്ക് വാരി വലിച്ചിടുന്നുണ്ട്. അപ്പോൾ കറിയാച്ചൻ്റെ ഈ ഒരു പുരോഗമന അച്ഛൻ സ്വഭാവമൊക്കെ ഉണ്ടല്ലോ, എൻ്റെ മോൾ അങ്ങനെ ഒന്നും അല്ലടാവേ എന്നൊക്കെ പറയുന്ന ആ സാധനം, അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഓവർ ക്യൂട്ട്നെസ് വാരി ഇട്ടുകൊണ്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തത് ഗീതു മോഹൻദാസിന് ഈ പടം കഴിയുമ്പോഴേക്കും ഈ ഭാഗമൊക്കെ ഭയങ്കര വേദനയായിരുന്നിരിക്കും എന്നുള്ളതാണ്. കാരണം ക്യൂട്ട്നെസ് ഇങ്ങനെ വാരിയിട്ട് ഭയങ്കര എക്സ്പ്രഷനാണ്. വാ അടയുന്നത് പോലും ചില സ്ഥലങ്ങളിൽ കാണുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഭാഗമൊക്കെ നീര് വെച്ചിട്ടുണ്ടാവും, കണ്ണിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇത് എങ്ങനെ ഒരു അഭിനേതാവിനെ ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്ന് വിജയ് തമ്പിയോട് നമുക്ക് പറയാൻ തോന്നുന്നതാണ്. മാത്രമല്ല സിദ്ദിഖിൻ്റെ മേക്കപ്പ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് പഴയ കളിപ്പാട്ടം എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, അതിനകത്ത് മാമുക്കോയെ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ സോൾ ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് കണ്ട വേരും സാധനമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ പടത്തിൽ
ഒരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റായിട്ട് സിദ്ദിഖ് വരുന്നുണ്ട്. അതേ ഡയലോഗ് ഡെലിവറിയും അതേ മേക്കപ്പും പിന്നെ വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ മറുകും അദ്ദേഹം കുത്തിയിട്ടുണ്ട്. ആ ഉണക്കമുന്തിരിയുടെ കഷ്ണം സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ കണ്ടിന്യൂറ്റി മിസ് ആവാതെ ഉപയോഗിച്ചു എന്നുള്ളതിന് സിദ്ദിഖിന് നമുക്കൊരു ദേശീയ അവാർഡ് കൊടുക്കാൻ പറ്റണം. അപ്പോൾ നമ്മുടെ പുരോഗമന അച്ഛൻ പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾ ബാറി കയറി. പക്ഷെ അതൊന്നും ഒരു കുഴപ്പമൊന്നുമല്ല, അവളുടെ കയ്യിൽ കാശുണ്ടായിരുന്നിരിക്കുമോ എന്നൊരു ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ എന്ന് അദ്ദേഹം വളഞ്ഞു ചുറ്റി മോളോട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ മോള് കരയാണ്. ഈ പറയുന്നതിന് വരെ എൻ്റെ കർണക്കുറ്റിയൊക്കെ ഒരു അടി തന്നിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഈ പെൺകുട്ടി അടി കിട്ടാൻ കാത്തിരിക്കുന്നൊരു കുട്ടിയാണ് എന്നുള്ളത് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും അവസാനം നായകൻ കർണക്കുറ്റി നോക്കി ഒരു അടി കൊടുക്കുന്ന സമയത്ത് ഈ അടി നിനക്ക് നേരത്തെ തന്നുണ്ടായിരുന്നോടാ വെട്ട് റാസ്കൽ എന്ന് പറയുന്നൊരു ഡയലോഗ് ഗീതു മോഹൻദാസ് അതിഗംഭീരമായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അനു എന്ന് പറയുന്ന ക്യാരക്ടർ അവരുടെ കരിയറിലേക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. ഇതിനിടയ്ക്ക് റോയ് പോൾ എന്ന വില്ലനെ നമ്മൾ കാണാതിരിക്കരുത്. ജിജോയ് രാജഗോപാൽ എന്ന അഭിനേതാവാണ് അത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ആ സമയത്ത് ഇങ്ങനെ കുറച്ച് സൈക്കോ ലെവലിലേക്ക് നിൽക്കുന്ന വില്ലൻ ക്യാരക്ടർ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ലാസ്റ്റ് കേരള ക്രൈം ഫയൽസ് എന്ന് പറയുന്ന ആ വെബ് സീരീസിലും ശ്രദ്ധേയമായൊരു വേഷം ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തും ആവർത്തിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു ക്യാരക്ടർ നിർമ്മിതി തന്നെയായിരുന്നു ഈ റോയ് പോൾ എന്ന് പറയുന്ന ക്യാരക്ടർ. റോയ് പോൾ വളരെ മാന്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇലക്ഷന് നിൽക്കും. വിക്കിക്ക് കിട്ടിയതിനേക്കാൾ വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഈ പുള്ളിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ആ കോളേജിൽ ഒരേപോലെ തന്നെ ആളുകൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു ക്യാരക്ടർ ആയിരിക്കും റോയ് പോൾ. പക്ഷേ പുള്ളി അന്തർമുഖനാണ്. പുള്ളിയുടെ കൂടെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരിതേപോലെ ഇലക്ഷൻ കഴിഞ്ഞ് മറ്റവരൊക്കെ ബാറിൽ പോയിരുന്ന് വെള്ളം ഒടിക്കുമ്പോൾ ഇദ്ദേഹം 3 മെഴുകുതിരി കത്തിച്ച് ഈ ബസ് സ്റ്റാൻഡിലോ എന്താണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു, അവിടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചുറ്റും നോക്കിയാൽ ഒടുക്കത്തെ ലൈറ്റ് ഉണ്ട്. ഇത്രയും ലൈറ്റ് ഉള്ളിടത്ത് മെഴുകുതിരി കത്തിച്ചിരുന്ന് അതേ ഒരു ഭക്തനാണെന്ന് തോന്നുന്നു റോയ് പോൾ. എന്തായാലും അങ്ങനെ മെഴുകുതിരി കത്തിച്ചിരുന്ന് അദ്ദേഹം വെള്ളം അടിക്കുകയാണ്. അങ്ങനെ വെള്ളം അടിക്കുന്ന സമയത്ത് അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ്, അനു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പഞ്ച് ഡയലോഗ് പറയുന്നുണ്ട്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പഞ്ച് ഡയലോഗ്. പറ്റിയാൽ നമ്മൾ പൂവിട്ട് പൂജിക്കണം. റോയുടെ ക്ഷമയ്ക്ക് അതിരുകളില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സിനിമയിൽ ക്ഷമയില്ലാത്ത ആക്രാന്തം മുറ്റി നിൽക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് റോയ് പോളാണ്. എന്തായാലും കോളേജ് ഇലക്ഷൻ ജയിച്ചതിൽ പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ച് പിറ്റേ ദിവസം കുറിയൊക്കെ തൊട്ട് നമ്മുടെ വിക്കി കോളേജിലേക്ക് ചെന്ന് കയറുകയാണ്. പ്രിൻസിപ്പളിനൊക്കെ കണ്ട് സംസാരിച്ചതിന് ശേഷം തൻ്റെ കൂട്ടുകാരിയായ അനുവിനെ കാണാൻ വേണ്ടി, അനു ഭയങ്കര ഡാൻസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ടേക്ക് വിക്കി ചെല്ലുന്നു, അനുവിനോട് സംസാരിക്കണമെന്ന് പറയുന്നു. അനുവിന് താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പം മനം നൊന്ത് സ്വന്തം ബൈക്ക് ഈ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നിടത്തേക്ക് ഓടിച്ച് കയറ്റി പെൺപിള്ളേരുടെ ചുറ്റുമിട്ട് ബൈക്ക് വട്ടം കറക്കി കഴിയുമ്പോൾ അനു വിക്കി പറയുന്നത് കേൾക്കാൻ തയ്യാറാവും. ഇതൊക്കെ കാണുമ്പോൾ ഇതേ സിനിമയിൽ ജഗതി പറഞ്ഞിട്ടുള്ള ഡയലോഗ് നമുക്ക് വീണ്ടും ഓർമ്മ വരും. എന്തെല്ലാം കണ്ടാലേ ഈ ജന്മം ഒന്ന് തീർന്നു കിട്ടുക. അങ്ങനെ വിക്കി ഒരു കലിപ്പനും അനു ഒരു കാന്താരിയുമാണ് എന്നുള്ള അത്രയും ഭാഗം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഈ കുറിയൊക്കെ തൊട്ട് ഡീസൻ്റായിട്ട് കോളേജിൽ വന്ന പയ്യൻ്റെ കുറി മായ്ച്ച് ഈ തലമുടിയൊക്കെ പറപ്പിച്ച് കളഞ്ഞ് ഷർട്ടൊക്കെ വലിച്ച് പുറത്തിട്ടതിന് ശേഷം നീ എൻ്റെ തെമ്മാടി വിക്കി ആവണമെങ്കിൽ ഇതുപോലെ 2 ഡയലോഗ് പറയണം എന്നൊക്കെയുള്ള ഡയലോഗിൻ്റെ കൂടെ കൈയൊക്കെ മടക്കി വെച്ചിട്ട് ആ കള്ളലക്ഷണം വന്നതിലെ ആനന്ദം രേഖപ്പെടുത്തുന്നു. ഒന്നെങ്കിൽ പാൻപരാഗിൻ്റെ മണം, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത പുകയിലയുടെ മണം, സിഗരറ്റൊക്കെ വലിച്ചിട്ട്, പിന്നെ വേർപ്പാറാത്ത ശരീരം. അങ്ങനെ മൊത്തത്തിലൊരു റാസ്കളെങ്കിലും ആയാലല്ലേ നീ എൻ്റെ വിക്കിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവസാനം വാങ്ങിക്കുന്ന അടിയും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് തന്നെ കാന്താരി. പക്ഷേ ഈ കാന്താരി വസന്തങ്ങളുടെ കാന്താരിയാണ് എന്നൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. കാര്യം ഈ കാന്താരി റീലെടുക്കാറില്ല. എന്തായാലും ഇവരുടെ ഈ കോൺവെർസേഷൻ്റെ അവസാന ഭാഗമാകുമ്പോൾ ആ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു കൂട്ടുകാരി ഒരു കാര്യമില്ലാതെ ബാസ്കറ്റ് ബോൾ മത്സരത്തിന് ഇറങ്ങാൻ പോകുന്ന വ്യക്തിയോട് പറയുന്നു നീയൊക്കെ തോക്കോടാന്ന്. അങ്ങനെ അങ്ങോട്ട് തോക്കും തോക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം 2 പേരും മുടി ബെറ്റ് വെച്ച് ഇവർ മത്സരിക്കാൻ ഇറങ്ങുകയാണ്. മത്സരം നോക്കുകയാണെങ്കിൽ എൻ്റെ ടീം മുഴുവൻ തല മുട്ടയടിക്കും, ഇനി മത്സരം ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിൻ്റെ മുടിയുടെ പകുതി ഞങ്ങളിങ്ങ് എടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ആ മുടിയൊക്കെ വലിച്ച് കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോഴേ അറിയാം ആ വെപ്പുമുടി പോയാലും ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലാന്ന്. അപ്പം തന്നെ അവൾ പറയും അതിനെന്താ നമുക്ക് ബെറ്റ് വെക്കാം. അങ്ങനെ അവർ ബാസ്കറ്റ് ബോൾ കളിക്കുകയും ജയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ മുടി വെട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. ആ സമയത്ത് നമ്മുടെ അനു വിക്കിയെ ചെന്ന് കാണുകയാണ്. ഇമാതിരി ഒരു ഉഡായിപ്പ് നായികനെ ലോകത്ത് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. കാരണം അവൾ ഒരു ആഷ്ട്രേ വാങ്ങിച്ച് വിക്കിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഏത് സിഗരറ്റ് വലിക്കാനിരിക്കുന്ന വിക്കിക്ക്. സിഗരറ്റ് വലിച്ച് ആ സിഗരറ്റ് വലിയുടെ മണമൊക്കെ ഉണ്ടെങ്കിലേ നീ ഒരു റാസ്കളാവുള്ളൂ, എന്നാലേ നീ എൻ്റെ വിക്കി ആവുള്ളൂ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി ഒരു ആഷ്ട്രേ വാങ്ങിച്ച് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. 7000 രൂപയാണ് ആഷ്ട്രയുടെ വില എന്ന് പറയുന്നു. അപ്പോൾ ഇതെന്തിന് കൊടുത്തു എന്ന് നമ്മൾ ആലോചിക്കുമല്ലോ. വേറൊന്നിനല്ല, ആ ആഷ്ട്രേ എന്ന് പറയുന്നത് അനുവിൻ്റെ ഹൃദയമാണ്. അത് അവൾ തന്നെ പറയാം. ആ ഹൃദയത്തിലാണ് ഇനി ഓരോ വട്ടവും നീ സിഗരറ്റ് കുത്തിക്കെടുത്തേണ്ടത്. അയ്യോ അതെനിക്ക് പറ്റില്ല എന്നാണ് വിക്കി പറയുന്നത്. ഇത് നിൻ്റെ ഹൃദയമാണെങ്കിൽ ഇതിൽ കുത്തിയാൽ നിനക്ക് വേദനിക്കും. നിനക്ക് വേദനിക്കാതിരിക്കണമെങ്കിൽ കുത്താതിരിക്കണമെങ്കിൽ കത്തിക്കാതിരിക്കണമെങ്കിൽ വലി നിർത്തണമെന്നങ്ങ് പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കുറച്ച് ക്യൂട്ട് കോൺവെർസേഷനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാണ് അതിഗംഭീരമായ ഡയലോഗ് വരുന്നത്. എന്തിനാണ് ഈ 7000 രൂപയുടെ ആഷ്ട്രേ കൊടുത്തിരിക്കുന്നതെന്ന് അറിയോ? അവളുടെ കൂട്ടുകാരി ഒരു കാര്യമില്ലാതെ ബെറ്റ് വെച്ചിട്ടുണ്ട്, അവളുടെ മുടി മുറിക്കരുത്, അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യമില്ലാതെ 7000 രൂപയുടെ ആഷ്ട്രേ
2009 നിങ്ങൾ ആലോചിക്കണം. എനിക്കൊന്ന് സ്വർണ്ണം വാങ്ങിക്കായിരുന്നു ആ പൈസയ്ക്ക്. എന്തായാലും ഈ 7,000 രൂപയുടെ ആഷ്ട്രേ വാങ്ങിച്ച് കൂട്ടുകാരന് ഗിഫ്റ്റ് കൊടുത്ത് വലിയൊരു കാര്യം, ഒരു ശബ്ദം അവനെ കൊണ്ട് ചെയ്യിക്കുന്നു, മുടി വെട്ടിക്കില്ല. പക്ഷേ പിറ്റേ ദിവസം തന്നെ ഈ കൊച്ചിൻ്റെ മുടി കോളേജിൽ ആരൊക്കെയോ ഹെൽമെറ്റ് ഇട്ട് വന്ന് മുറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ മുറിക്കുന്നതിനിടയിൽ ആ കൊച്ച് എന്നെ വിടൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് സ്കൂട്ടറിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ്. കുറച്ച് ആക്സിലേറ്റർ കൊടുത്ത് അത് മുന്നോട്ട് പോകുമല്ലോ. എന്നെ വിടൂ എന്ന് പറഞ്ഞ് ഇതിങ്ങനെ നിന്ന് കൊടുക്കും. അവർ മുടി വെട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. ഇതറിഞ്ഞ ഉടനെ കോളേജിലെ പ്രിൻസിപ്പൾ പറയും ഇതവൻ തന്നെ വിക്കി തന്നെ ചെയ്യിച്ചതാണ്. എന്നിട്ട് വിക്കിയോട് മാപ്പ് പറയാൻ പറയും. പറ്റൂല എന്ന് വിക്കി പറയും. അപ്പം തന്നെ 5 ദിവസത്തേക്ക് സസ്പെൻഷൻ അടിച്ചു കൊടുക്കും. ആ സസ്പെൻഷൻ കൈപ്പറ്റിയ ശേഷം സങ്കടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന പൃഥ്വിരാജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന പാട്ട് ഭയങ്കര രസമാണ്. ഇംഗ്ലീഷിലാണ് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവർ ചെയ്തിട്ടുള്ളത്. എൻ്റെ വളരെ മിനിമമായ ഇംഗ്ലീഷ് പരിജ്ഞാനം വെച്ചുകൊണ്ട് വാട്ട് ക്യാൻ ഐ സേ ടു യു എന്നാണ് പുള്ളി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് കേൾക്കാൻ നല്ല ബോറായിരുന്നു. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എതിരെ വരുന്നു അനു വളരെ ദേഷ്യത്തിലാണുള്ളത്. കാരണം കൂട്ടുകാരിയുടെ മുടി മുറിച്ചല്ലോ, അതും മുടി മുറിക്കില്ലെന്ന് സത്യം ചെയ്തതിന് ശേഷവും മുറിച്ചല്ലോ. എനിക്ക് തോന്നുന്നത് 7,000 രൂപയുടെ ആഷ്ട്രേ വാങ്ങിച്ചിട്ടും നീ എന്നെ പറ്റിച്ചില്ലടാ എന്നുള്ളതാണ് ആ കുട്ടിയുടെ കുഴപ്പമെന്നാണ്. എന്തായാലും അവൾ ഇനി ഇവനോട് മിണ്ടൂല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിക്കൊണ്ട് പോവുകയാണ്. ഒരു 5-6 പ്രാവശ്യം അനു എന്ന് വിളിച്ചതിന് ശേഷം വിക്കി വിഷമിച്ച് തിരിച്ചു പോകുന്നു. അതിനുശേഷം അന്ന് രാത്രി അനുവിൻ്റെ വീട്ടിൽ ചെന്ന് എനിക്ക് ഇതിനോട് സംസാരിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കും. ഒരു കല്ലെടുത്ത് ചില്ലെറിഞ്ഞ് പൊട്ടിക്കും. ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്ത പാലക്കാരൻ കറിയാച്ച വന്ന് ഗേറ്റിൻ്റെ ഇടയിൽ കൂടി കൈയിട്ട് വിക്കിക്ക് ഒരു തള്ളു വെച്ച് കൊടുക്കും. അതോടെ വിക്കി വീട്ടിൽ ചെന്ന് കയറും. അങ്ങനെ വീട്ടിൽ ചെന്ന് കയറുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രാമേന്ദ്രൻ IAS ലക്ഷ്മിയും ഉറങ്ങിയിട്ടില്ല. ക്ലോക്കിൽ സമയം 10:45 11:45 എന്തോ ആണ്. അപ്പോൾ ഇദ്ദേഹം സസ്പെൻഷൻ വാങ്ങി വന്നിരിക്കുന്നത് രാമേന്ദ്രൻ IAS അറിഞ്ഞിരിക്കണു. കോപിഷ്ഠനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവർക്കിടയിൽ ഒരു വാക്കേറ്റം ഒക്കെ ഉണ്ടാവുന്നു. അതിനുശേഷം രാമേന്ദ്രൻ IAS ആ ദുഃഖം നമ്മളോട് പറയുന്നുണ്ട്. കൂടെയുള്ള കൊളീഗ്സിൻ്റെയൊക്കെ മക്കൾ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചത് പറയുമ്പോൾ എൻ്റെ അവസ്ഥ മാത്രം ഇങ്ങനെയായി പോയല്ലോ എന്നുള്ളത്. ആ സങ്കടം കണ്ട് സഹിക്കാൻ പറ്റാതെ രേവതി അവതരിപ്പിക്കുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ക്യാരക്ടർ നേരെ വിക്കിയെ ചെന്ന് കാണുകയാണ്. വിക്കിയുടെ അടുത്തേക്ക് നടന്നു പോകുന്ന ലക്ഷ്മിയുടെ ആ ഒരു പൃഥ്വിരാജ് രേവതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മോൻ നാട്ടിൽ ഗുരുവായൂർ അമ്മമ്മയുടെ അടുത്ത് പൊക്കോളൂ, അവിടെ ആകുമ്പോൾ ബാലാമണി എന്നൊരു വേലക്കാരി ഉണ്ട് എന്ന് പറയാനാണോ പോകുന്നതെന്ന് തോന്നി. അതോ ഇനി നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ദിഗംബരൻ അങ്കിളുണ്ട് അവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ട്. കാര്യം ഇവർ രണ്ടുപേരും അപ്പോഴേക്കും ഒരുമിച്ച് ഹിറ്റായിട്ടുള്ള കുറച്ച് സിനിമകളിലൊക്കെ ഒരു കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലക്ഷ്മി ചെന്ന് വിക്കിയോട് പറയുമ്പോൾ വിക്കി വല്ലാത്ത ദുഃഖത്തോടു കൂടി പറയുന്നത് എൻ്റെ അച്ഛൻ എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നില്ല, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നാണ്. കോളേജിൽ പഠിക്കാൻ വിട്ടിട്ട് പോയി വെള്ളം അടിച്ച് സിഗരറ്റ് വലിച്ച് തല്ലുണ്ടാക്കി നാട്ടുകാരെ കൊണ്ടുള്ള പരാതി മുഴുവൻ കേൾപ്പിച്ച് പ്രിൻസിപ്പളിനെ കൊണ്ട് തെറി വിളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന മോന് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവൻ്റെ വിഷമം. ഇറ്റ്സ് സോ ഹാർഡ്. എന്തായാലും അമ്മയുടെ വക ഉപദേശമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയുടെ മുടി മുറിക്കേ മഹാപാപായിപ്പോയി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില ഡയലോഗുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്കി നേരെ പിറ്റേ ദിവസം രാവിലെ കോളേജിലേക്ക് ചെല്ലുകയാണ്. ഈ മുടി മുറിഞ്ഞു പോയ കുട്ടി ബാക്കിയുള്ള മുടി നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വേഷവും മാറി ആറ്റിറ്റ്യൂഡും മാറ്റി. അതായത് ആ മുടി ഉണ്ടായിരുന്നപ്പോൾ ആ കുട്ടി ഒരു നാടൻ കുട്ടിയായിരുന്നു. മുടി വെട്ടിയതിൻ്റെ പിറ്റേ ദിവസം കുട്ടി ഒരു മോഡേൺ കുട്ടിയായി. അങ്ങനെ ആ കുട്ടി ഇങ്ങനെ നടന്നു വരികയാണ്. ആ കുട്ടിയുടെ കൈക്ക് കയറി പിടിച്ച് കോളേജ് മുഴുവൻ എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ വലിച്ച് എഴച്ച് കോളേജിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ എവളോട് മാപ്പ് പറയുന്നു എന്ന് വിളിച്ച് പറയും. അപ്പോൾ തന്നെ പ്രിൻസിപ്പളിന് സന്തോഷമാവും. അത് കഴിഞ്ഞ് മൂപ്പര് നേരെ ക്യാൻറ്റീനിൽ പോയിരിക്കും. ക്യാൻറ്റീനിൽ ചെന്നിരിക്കുമ്പോൾ അനു വരുമല്ലോ. അനു എന്ന് പറയുന്ന ക്യാരക്ടർ അതുവരെ കാണിച്ചിട്ടുള്ളതൊക്കെ വെച്ച് കോളേജിൽ വന്നു കഴിഞ്ഞാൽ ക്യാൻറ്റീനിൽ വെച്ച് വിക്കിയെ കണ്ടാൽ എന്തൊക്കെ പറയും എന്നൊക്കെ വിക്കി ഇങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കുന്നുണ്ട്. വിക്കിയുടെ സങ്കല്പനങ്ങൾ വളരെ വലുതാണ്. ജൂണിലെ നിലാമഴയിൽ നനവുള്ളൊരു പാട്ടുണ്ട്. പിന്നെ മറ്റൊരു ക്യാരക്ടർ ജോണിയും കൂടി വന്നു കഴിയുമ്പോൾ ജോണിയും അനുവും തമ്മിൽ എന്നൊക്കെ പറഞ്ഞുള്ള സങ്കല്പങ്ങൾ ആ ഒരു രീതിക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഈ വിക്കി എന്ന് പറയുന്ന ക്യാരക്ടറിന് അല്പം നീല ചിന്തകളുണ്ട്. അപ്പോൾ ഈ സങ്കല്പത്തിൽ അനു വന്നിട്ട് എന്തൊക്കെ ചെയ്യുമെന്ന് ഇയാൾ സ്വപ്നം കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും ശ്രീകർ പ്രസാദിനെ ഓർത്ത് പോവായിരുന്നു. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കുത്തിയിരുന്ന് കാണണമല്ലോ. പക്ഷേ സങ്കല്പം കഴിഞ്ഞതിന് ശേഷം അനു ശരിക്കും വരികയാണ്. അവനോട് ക്ഷമിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ വഴക്കിട്ട് പിരിയുന്നു. ഞാൻ കൂടെ ഇല്ലെങ്കിൽ നിനക്ക് ഇവിടെ പുല്ല് ആയിരിക്കും എന്നൊക്കെ വിക്കി വെല്ലുവിളിക്കുന്നുണ്ട്. തൊട്ടടുത്ത ഷോട്ടിൽ നമ്മൾ കാണുന്നത് ഒരു കോഴിയുടെ കഴുത്തിന് ഇങ്ങനെ അമർത്തി പിടിച്ച്, ക്രെഡിറ്റ്സ് ടു ഫിൽമി ഷേക്കിൻ്റെ കൗണ്ടർ, ഒരു കോഴിയുടെ കഴുത്ത് ഇങ്ങനെ മുറുക്ക പിടിച്ച് ഞെക്കുമ്പോൾ കേൾക്കുന്ന പോലത്തെ ഒരു സൗണ്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ട് ഇന്ദ്രജിത്ത് ബൈക്ക് ഓടിച്ച് വരികയാണ്. നല്ല കോസ്റ്റ്യൂം ആട്ടോ, കുറ്റം പറയരുതല്ലോ. അപ്പോൾ ഈ ഇന്ദ്രജിത്ത് ആരാ? ഡൽഹിയിലെ കോളേജിൽ നിന്ന് നാട്ടിൽ വന്ന് ജോയിൻ ചെയ്യുകയാണേ. ആരുടെ മോനാ? റോസിൻ്റെ. ഹൈ ഗംഭീരമായിരിക്കണോ. അങ്ങനെ ഈ വിക്കിക്കൊരു എതിരാളിയായി ജോണി അവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ഷോട്ട് ജോണിയുടെ വീട്ടിലേക്ക് ഓടിക്കയറി പോകുന്ന അനുവാണ്. ഡൽഹിയിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ തൻ്റെ കൂടെ പഠിച്ച ആ ഒരു പഴയ സുഹൃത്തിനെ കാണാൻ വേണ്ടി അനു അയാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ അയാൾ പാട്ട് വെച്ചിട്ട് മുറിയിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. അനുവിനെ കണ്ട സന്തോഷത്തിൽ ഒരു 3-4 സ്റ്റെപ്പ് അനുവിൻ്റെ കൂടെ വെച്ച ശേഷം അനുവിനെ പൊക്കിയെടുത്ത് വട്ടം കറക്കി കട്ടിലേക്ക് ഒരു കയറും. എന്നിട്ട് പുള്ളി പാട്ട് നിർത്തിയിട്ട് പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നുള്ള ഡയലോഗും കോൺവെർസേഷനും ഒക്കെ ഉണ്ട്. പിന്നെ പിറ്റേ ദിവസം ഇദ്ദേഹത്തിനെ കോളേജിൽ കൊണ്ടുപോയി അനു ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഭയങ്കര ആവേശമാണ്. ദിസ് ഈസ് മൈ ബെസ്റ്റ്
ന്യൂ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാളെ അവളുടെ ബെസ്റ്റിയായി അന്ന് തന്നെ അവരോധിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു പാലത്തിൻ്റെ ഒത്ത നടുക്ക് വണ്ടിയൊക്കെ വട്ടം വെച്ചിട്ട് ആ കോളേജിലെ പിള്ളേരിരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 30-നും 40-നും ഇടയിലുള്ള കൊച്ചു പയ്യന്മാരാണല്ലോ കോളേജിൽ പഠിക്കുന്നത്. അവർ കോളേജ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ നടുക്ക് അവർക്ക് വണ്ടി ഇടുകയും ചെയ്യാം. അങ്ങനെ അവർ പാലത്തിൽ കിടന്ന് ഡയലോഗ് അടിക്കുന്ന സമയത്ത് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ വിക്കി പറയുകയാണ്, അനുവിനോട് മാത്രം എനിക്ക് ഇതങ്ങനൊന്നും പറ്റൂല, ഞാൻ അവളോട് മാപ്പ് പറയാൻ പോവാം. അങ്ങനെ മാപ്പ് പറയാൻ പോകുമ്പോണ്ടാ ജോണിയും അനുവും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള ഈ സീനുകളൊക്കെ കാണുന്നു. അനു ആണെങ്കിൽ ബാക്കി എല്ലാവരെയും വിളിച്ച് ദിസ് ഈസ് ജോണി എന്ന് പറഞ്ഞ് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. പക്ഷേ വിക്കിനെ കുറിച്ച് മാത്രം ജോണിയോടും പറഞ്ഞില്ല, ജോണിനെ കുറിച്ച് വിക്കിയോടും പറഞ്ഞില്ല. പക്ഷേ അവർ രണ്ടുപേരും തമ്മിൽ ഒന്ന് പരിചയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ആ കോളേജിലൊരു പരിപാടി നടക്കാൻ പോവാണ്. ആ പരിപാടിക്ക് ഒരു ഡാൻസ് സെറ്റപ്പ്. എല്ലാ പ്രാവശ്യവും വിക്കിയും അനുവാണ് കോമ്പിനേഷനായിട്ട് വരാറുള്ളത്. ഇപ്രാവശ്യം വിക്കിയെ മാറ്റിയിട്ട് നമുക്ക് ജോണിയെ എൻ്റെ പേരാക്കാം എന്ന് അനു പറയുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിക്കി അത് സമ്മതിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരാവശ്യം അവനില്ല. ആ പെങ്കൊച്ച് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. കളഞ്ഞിട്ട് പോടേ, രക്ഷപ്പെടടേ എന്നാണ് നമുക്കും പറയാൻ തോന്നുക. എന്തായാലും പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് അവർ കോളേജിൽ ഡാൻസ് പരിപാടി തുടങ്ങും. ഫസ്റ്റ് ഐറ്റം തന്നെ ഇന്ദ്രജിത്തിൻ്റെ വക മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് ആണ്. ഇതിനിടയിൽ വിക്കി അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന കാണുമ്പോൾ ഒരു കാര്യമില്ലാതെ ജോണിയെ കെട്ടിപ്പിടിച്ച് മുറുക്ക പിടിച്ച് അസൂയ വർദ്ധിപ്പിക്കാൻ നോക്കുന്ന അനുവിനെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ കൊച്ചെ നിനക്ക് വയ്യേ എന്ന് ചോദിക്കാൻ തോന്നുന്നത് പോലെയുള്ള അഭിനയ പ്രകടനങ്ങൾ നമുക്ക് ആ സമയത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ജോണിയെ റോയ് പോൾ മുറിയിലിട്ട് പൂട്ടുകയാണ്. ഡ്രസ്സ് മാറാൻ പോയ സമയത്ത്. അപ്പോൾ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോണി വന്നില്ല എന്ന് പറഞ്ഞ് അനു ടെൻഷൻ ആവുന്നു. കോളേജിൽ കൂക്കി വിളിയും ബഹളമൊക്കെ ആവുന്നു. അപ്പോൾ എവിടെ ജോണി എന്ന് അന്വേഷിച്ചുകൊണ്ട് വിക്കി ഓടിച്ചെല്ലുകയും വിക്കി റൂം തുറക്കുന്നതിന് മുമ്പ് ജോണി റൂമിൽ നിന്ന് ചാടി പുറത്തിറങ്ങുകയും വിക്കിയാണ് റൂം പൂട്ടിയെന്ന് ചിന്തിക്കുകയും രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞടിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിൻസിപ്പൽ വീണ്ടും വരുന്നു. ഈ വിക്കി എന്ന് പറയുന്നവൻ്റെ ജാതകദോഷം ഉണ്ടെന്ന് പിന്നീട് ലക്ഷ്മി പറയുന്നുണ്ട്. അവർ അമ്മയും അച്ഛനും തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ മോൻ്റെ ജാതകദോഷമാണെന്ന് പറയുന്നുണ്ട്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഈ സിനിമയിലെ സീനുകളെല്ലാം. ആരെന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അതെല്ലാം വിക്കിയുടെ തലയിൽ വരും. വിക്കി പറയും ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ചുറ്റുമുള്ള ആരും അത് സമ്മതിച്ചു കൊടുക്കില്ല. ഇങ്ങനെ ഗതികെട്ട ഒരു നായകനെ നിങ്ങൾക്ക് വേറൊരു സിനിമയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഈ അടിയൊക്കെ ഉണ്ടായി ഇവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരെയും വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് വരാൻ പറയും. അങ്ങനെ രാമേന്ദ്രൻ നായർ വിക്കിയുടെ കൂടെയും വരും, റോസി ജോണിയുടെയും കൂടെ വരും. അപ്പോഴാണ് ഇവർ തമ്മിൽ കാണുന്നത്. ഇതിൽ എഡിറ്റിങ്ങിൻ്റെ ഒരു വളരെ മികച്ച ഒരു ഉദാഹരണം നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്. വിക്കിയും രാമേന്ദ്രൻ നായരും കൂടി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അതായത് കോളേജിൽ വെച്ചുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ വഴക്കിടുന്ന സമയത്ത് രാമേന്ദ്രൻ നായർ ഒരു ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കും. തിരിച്ചൊന്നും പറയാൻ പറ്റാണ്ട് വരുമ്പോഴേ വിക്കി അപ്പോൾ ആ മേശപ്പുറത്തിരുന്ന സകലമാന ഗ്ലാസ്സുകളും എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട്. തന്തയ്ക്ക് പറഞ്ഞ മകൻ എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എഡിറ്റിംഗ് ബ്രില്യൻസ് വരുന്നത് ആ ഷോട്ടിന് തൊട്ട് മുമ്പാണ്. അതായത് ഇവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് എത്തിയല്ലോ. വീട്ടിൽ അച്ഛൻ ഗർജിച്ച് തുടങ്ങുമ്പോൾ വീട് കുലുങ്ങുമെന്ന് കാണിക്കണമല്ലോ. അങ്ങനെ വീടിൻ്റെ ഒരു ഷോട്ട് എടുത്ത് വെച്ച് നല്ല ഷേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ നെയിം പ്ലേറ്റ് കാണിച്ചിട്ട് അതും നല്ലോണം കുലുക്കി കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ വീട് കുലുങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ രോഷം മുഴങ്ങി കേൾക്കുന്നത് നമ്മളെ അനുഭവിപ്പിച്ചെടുക്കുന്നത്. ഈസൻറ്റ് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ? ഇത്രയൊക്കെ സീൻ ഉണ്ടാക്കിയ ശേഷം രാമേന്ദ്രൻ നായർ പറയാണ് നീ ഇറങ്ങിപ്പൊക്കോ. അപ്പം തന്നെ വിക്കി മുകളിലുള്ള തൻ്റെ റൂമിൽ പോയി കഥ കടച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് കോളേജിൽ സമരമൊക്കെ നടക്കുന്നുണ്ട്. വിക്കിയെ കോളേജിൽ നിന്ന് പുറത്താക്കിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ്. ആ സമരം നടത്തുന്നത് റോയ് പോളും കൂട്ടുകാരും ഒന്നുമില്ല, വിക്കിയുടെ സ്വന്തം കൂട്ടുകാർ. അതൊക്കെ ശരിയാവിടാ എന്ന് പറഞ്ഞാൽ അത്രയും നേരം കൂടെ നടന്ന കൂട്ടുകാർ മുഴുവൻ ഇവനെ പുറത്താക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നു, കോലൊക്കെ കത്തിക്കുന്നു. അപ്പം തന്നെ വിക്കി അവിടെ ചെന്ന് വലിയ ഡയലോഗൊക്കെ പറയുന്നു, രാജിവെക്കുന്നു. ഭയങ്കര മാസമാണ്. ഇതിനിടയിൽ ലക്ഷ്മിയും റോസിയും തമ്മിൽ കാണുന്ന അങ്ങനത്തെ അൽക്കുലത്തെ സീനുകളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ വിക്കി ഒരു കാര്യമില്ലാതെ അനുവിനെ വീണ്ടും കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനിടയിൽ അവർ തമ്മിൽ വീണ്ടും വഴക്കുണ്ടാകുന്നു. ആ വഴക്കിൻ്റെ ഇടയിൽ സിനിമയിൽ ഒത്തിരി വട്ടം വിളിക്കുന്ന റാസ്കൾ എന്നുള്ള പ്രയോഗം അനു വിക്കിക്ക് നേരെ നടത്തുന്നുണ്ട്. ആ വഴക്കിനിടയിൽ നിന്ന് അനുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യമില്ലാതെ ജോണി ഇടപെടുന്നു. പിന്നെ തമ്മിൽ തല്ലാവുന്നു. അത് കഴിഞ്ഞ് അനുവിൻ്റെ ഡാഡി മറ്റേ പാലാക്കാരൻ കറിയാച്ചൻ ഈ ബാറിൽ ചെന്ന് വിക്കിയെ കണ്ട് എൻ്റെ മോളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യരുതെന്നുള്ളത് ഒരു ഭീഷണി സാധനമൊക്കെ വളഞ്ഞു ചുറ്റി പറയുന്നു. പുള്ളിക്ക് അങ്ങനെയാണ്, പുള്ളിക്ക് ഒന്നും സ്ട്രെയിറ്റ് പറയാൻ താല്പര്യമില്ല, വളഞ്ഞു ചുറ്റിയേ പറയും. അങ്ങനെ മനന്നൊന്ന് നേരെ കോളേജ് ചെന്ന് കയറുമ്പോണ്ട് വിക്കിയും ജോണിയും അനുവും ഒക്കെയുള്ള കുറേ കാർട്ടൂണുകൾ കോളേജിൽ ആരൊക്കെയോ വരച്ചു വെച്ചിരിക്കുന്നു. ഇത് കണ്ട് കലിപ്പ് മുത്ത് വിക്കി നേരെ ജോണിയെ ചെന്ന് ഇടിക്കുകയാണ്. അപ്പോൾ ജോണി തൂ ക്യാ കർത്താ ഹേ എന്നൊക്കെ പറയാം, ബക്വാസ് കർത്താ ഹേ എന്നോ അങ്ങനെ എന്തൊക്കെ ഹിന്ദിയിൽ പറയുന്നുണ്ട്. നിർത്തണം അതിൻ്റെ ഹിന്ദിയിൽ നിന്ന് പുള്ളി തിരിച്ച് പറയുമ്പോൾ നമുക്കും ഒരാശ്വാസം കിട്ടും, നമ്മൾ പറയാൻ ആഗ്രഹിച്ച എന്തോ വിക്കി പറഞ്ഞു എന്ന്. അങ്ങനെ ഈ അടിയൊക്കെ സെറ്റിലായി നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് റോയ് പോൾ അതിബുദ്ധിപരമായി ജോണിയുടെ പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് കത്തിക്കുകയാണ്. ആ കത്തിച്ചത് വിക്കിയാണ് എന്ന് എല്ലാവരും വിശ്വസിക്കും, പ്രിൻസിപ്പൾ ഉൾപ്പെടെ. അങ്ങനെ വഴിയെ പോണ വയ്യാവേലികൾ സ്വന്തം തലയിൽ ഏറ്റുവെക്കാൻ വിക്കിയുടെ ജീവിതം ഇനിയും ബാക്കി. എന്തായാലും വിക്കിയെ ഇത്തവണ പോലീസ് പിടിക്കും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യം പറയുമ്പോൾ രാമേന്ദ്രൻ നായർ നഹി എന്ന് പറയും.
അത് കേട്ട് ലക്ഷ്മി നേരെ റോസിയുടെ അടുത്ത് ചെല്ലും. അങ്ങനെ റോസിയും ലക്ഷ്മിയും കൂടി വിക്കിയെ ജാമ്യത്തിലെടുത്ത് പുറത്തേക്ക് വരും. അന്ന് രാത്രി റോസിയുടെ വീടിന് നേരെ ആരോ കല്ലെറിയാണ്. വേറെ ആരുമല്ല, ഈ റോയിയുടെ കൂട്ടുകാരായിട്ടുള്ള വിനായകൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടറൊക്കെയാണ് ഈ കല്ലെടുത്ത് റോസിയുടെ വീട്ടിലേക്ക് എറിയുന്നത്. കല്ലെറിഞ്ഞാൽ മാത്രം അത് വിക്കിയുടെ തലയിലാവില്ലല്ലോ. വിക്കി കയ്യിലോ കഴുത്തിലോ എന്തോ കെട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു തുടലുണ്ട്. തുടലല്ല, അതുപോലെ വിക്കി എന്നൊക്കെ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുള്ള ഒരു ചങ്ങല കഷ്ണമുണ്ട്. ആ കഷ്ണം കൊണ്ടുപോയി റോസിയുടെ വീടിൻ്റെ മുന്നിലിടും. ഇതെങ്ങനെ ഇവന്മാർ വിക്കിയുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യമില്ലാതെ പാലക്കാരൊക്കെ അറിയാച്ചൻ പോയി അനുവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. അവൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ചായാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് പറയും, നീ വിക്കി എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോൾ വിക്കിയോട് അങ്ങനെ പെരുമാറിയതിൽ അനുവിന് ദുഃഖം ജനറേറ്റ് ആവുകയാണ്. ഇതിൽ പല പാട്ട് സീനുകളും കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് പാട്ടുകൾ മാത്രം വേറെ ആരോ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം ചില ഫ്രെയിംസും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ള സിനിമ സഹിക്കാൻ പറ്റില്ല. എന്തായാലും സ്വന്തം വീട്ടിലേക്ക് കല്ലെറിഞ്ഞത് ചോദ്യം ചെയ്യാൻ വേണ്ടി ഓടിയെത്തുന്ന ജോണിയുടെ കരണക്കുറ്റിക്ക് നോക്കി ലക്ഷ്മി ഒരു അടി വെച്ച് കൊടുക്കുകയാണ്. കാരണം ജോണി വീട്ടിൽ കയറി വന്നിട്ട് പറയും, മക്കളെ ഉണ്ടാക്കിയാൽ മാത്രം പോരെ, നന്നായി നോക്കണമെന്ന്. അത് രാമേന്ദ്രൻ നായർക്ക് കൊള്ളുമല്ലോ, അങ്ങനെ കൊണ്ടാൽ ലക്ഷ്മിക്ക് സഹിക്കോ. ലക്ഷ്മി ഒരു അടി വെച്ച് കൊടുക്കും. അങ്ങനെ ആ അടിയെ വാങ്ങിച്ച് ജോണി തിരിച്ചു പോകും. വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്. അങ്ങനെ ഈ അടിയും കൊണ്ടുപോയ ജോണിയെ കാണിച്ച് പിന്നെ നമ്മൾ കാണുന്ന ഷോട്ട് റോഡിൻ്റെ നടുക്കൂടി നടക്കാൻ ഇറങ്ങുന്ന രാമേന്ദ്രൻ നായരാണ്. പുറകിൽ വണ്ടിയൊക്കെ ശബ്ദം ഉണ്ടാക്കി അംബാസഡർ കാറാണ് വരുന്നത്. എന്നാലും പുള്ളി റോഡിൻ്റെ നടുക്കേ നടക്കും. അങ്ങനെ നടന്ന പുള്ളീനെ അംബാസഡർ കാർ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോവുകയാണ്. ആ കാർ ആരുടെയാ? റോസിയുടെ കാറാ. അതും റോയ് പോളിൻ്റെ ടീം തന്നെ ആയിരിക്കും അടിച്ചു മാറ്റിയിട്ടുണ്ടാവുക. അങ്ങനെ ആശുപത്രിയിലേക്ക് വിക്കി ഓടി ചെല്ലുകയാണ്. ആ സമയത്ത് അച്ഛന് കാര്യമായ പ്രശ്നമൊന്നുമില്ല, പുള്ളി രക്ഷപ്പെട്ടിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്ന ഡോക്ടർ പറയുന്നത്, ഈശ്വരനോടൊരു നന്ദി പറയൂ, ഒരു നാരോ എസ്കേപ്പാണ് എന്നാണ്. പിന്നെ നിങ്ങൾ എന്തിനാടാ MBBS പഠിച്ചത്? എന്തായാലും നന്ദി ഈശ്വരന് കൊടുക്കുന്നതിൻ്റെ കൂടെ ഫീസും കൂടി ഞാൻ നേരിട്ട് കൊടുത്തോളാം, പുള്ളീനെ ഇങ്ങോട്ട് വിടുകയല്ലേ എന്ന് തിരിച്ചു ചോദിക്കാൻ അവർ തയ്യാറാവുന്നില്ല. എന്തായാലും ഈ വിവരം അറിഞ്ഞ ശേഷം വിക്കി നേരെ പുറത്തേക്ക് പോവുകയാണ്. ആ പുറപ്പെടൽ കാണുമ്പോഴേ അറിയാൻ തല്ലുണ്ടാക്കാൻ പോവാന്ന്. പക്ഷേ ലക്ഷ്മി അവനെ തടയില്ല. നീ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മോളെയും കൂടി കൂട്ടിക്കൊണ്ട് വരണം എന്ന് മാത്രമേ പറയുള്ളൂ. വിക്കി ഇറങ്ങിയ പാടെ റോസി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ഇവർ തമ്മിലുള്ള ഈ മക്കൾ തമ്മിലുള്ള അടിയും വഴക്കൊക്കെ ഒഴിവാക്കണമെങ്കിൽ അവർ സത്യം അറിഞ്ഞേ പറ്റൂ, അവർ സഹോദരന്മാരാണെന്നുള്ളത് അവരറിയണം എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുവഴി വന്ന ആ അനു എന്ന് പറയുന്ന പെങ്കൊച്ച് കേട്ട്. ഇവൾ കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഇതിൻ്റെ കൂടെ ഈ രണ്ട് അമ്മച്ചിമാരുടെ അടുത്തും അവൾ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങളിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ അടിയൊക്കെ ഒഴിവായേനെന്ന്. പക്ഷേ ശരിക്കും കുറ്റപ്പെടുത്തേണ്ട ആൾ അകത്ത് കിടക്കുക. നിങ്ങൾ ലക്ഷ്മിയെ കല്യാണം കഴിക്കുന്ന സമയത്ത്, അല്ലെ കല്യാണം കഴിഞ്ഞതിന് ശേഷമെങ്കിലും ഈ റോസി ഗർഭിണിയായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊന്ന് അന്വേഷിക്കായിരുന്നു. പുള്ളി അതിനൊന്നും മെനക്കെട്ടിട്ടില്ല. പുള്ളി നൈസായിട്ട് തലയിൽ കെട്ടൊക്കെ ആയിട്ട് ആശുപത്രി കിടക്കാം. അങ്ങനെ വിക്കി അന്വേഷിച്ച് കോളേജിലേക്ക് ചെല്ലുന്ന അനുവിനെ ഈ റോയ് പോളിൻ്റെ കൂട്ടുകാർ, മറ്റേ റോയ് പോളിൻ്റെ അച്ഛൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങില്ലേ, അങ്ങോട്ടേക്ക് വിക്കി പോയിട്ടുണ്ട്. റോയും വിക്കിയും കൂടി ജോണിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഇത് കേട്ട വാതി കേൾക്കാത്ത വാതി ആ കൊച്ചു വണ്ടി എടുത്ത് നേരെ റോയ് പോളിൻ്റെ അച്ഛൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവിടെ വിക്കിയില്ല. അവിടെ റോയ് പോൾ ഒറ്റയ്ക്കിരുന്ന് ബിയറടിക്കുകയാണ്. ഏതാണ്ട് ഒരു 10-14 നില ഹൈറ്റുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ ടെറസിൽ ഇവൻ ഒറ്റയ്ക്കിരുന്ന് ബിയർ അടിച്ചുകൊണ്ടിരിക്കുക. മടുക്കൂലടാ നിനക്ക്. എന്തായാലും അതേ സമയത്ത് തന്നെ വിക്കി ജോണിയെ അന്വേഷിച്ച് പോവുകയും വിക്കിയും ജോണിയും തമ്മിൽ ഒരു അക്രോബാറ്റിക് ഡാൻസ് കളിക്കുന്നത് പോലെയുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അനുവിനെ കൈ കിട്ടിയ റോയ് പോൾ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഡയലോഗ് പറയുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യമില്ലാതെ സിനിമ തുടങ്ങുമ്പോൾ റോയുടെ ക്ഷമയ്ക്ക് അതിരുകളില്ല എന്ന് പറഞ്ഞില്ലേ, ഇവൻ ഒരു കാര്യമില്ലാതെ ഇവൻ ചെയ്തു കൂട്ടിയ വിക്കിയുടെ തലയ്ക്ക് വീണിട്ടുള്ള സകല കേസുകളും ഈ പെങ്കുച്ചിനോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. സത്യം മുഴുവൻ തുറന്നു പറയും. അങ്ങനെ വിക്കിയേട്ടൻ രക്ഷപ്പെടും. പക്ഷേ വിക്കിയേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഈ അനു മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവനാണെങ്കിൽ ഇങ്ങനെ വെള്ളമടിച്ച് വേറൊരു അവസ്ഥയിൽ നിൽക്കുകയാണല്ലോ. എന്തായാലും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി തള്ളുന്നതിൻ്റെ ഇടയിൽ വെള്ളത്തിൽ ചവിട്ടി കാല് തെന്നി റോയ് പോൾ ഈ പറഞ്ഞ 10-14 നില ഹൈറ്റിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണ് വെറുതെ ചാവും. അവൻ ചത്തെന്ന് മനസ്സിലാക്കിയ അനു അവിടുന്ന് ഓടി നേരെ ഇവർ തമ്മിൽ അടി നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. ഈ അടി നടക്കുന്ന സമയമൊക്കെ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ഹോളിലാണ് അടി നടക്കുന്നത്. അതിൻ്റെ പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ജനലിൽ കൂടി കൈയിട്ടിട്ട് അടിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരെല്ലാവരും ടാറ്റ കൊടുക്കുകയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ഒരു ആത്മാർത്ഥമില്ല, വെറുതെ നിന്ന് ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന അനുവിൻ്റെ കൂട്ടുകാരെ കാണിക്കുന്നുണ്ട്. ആ കൂട്ടുകാരെ പ്രിൻസിപ്പൾ വരുമ്പോൾ ഇവർ രണ്ട് സൈഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അത്ര നേരം ഇങ്ങനെ കാണിച്ചവർ ഞങ്ങൾ അടുത്ത ഷോട്ടിന് റെഡി എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ്. എന്തായാലും ഈ ഡോറൊക്കെ തല്ലിപ്പൊളിച്ച് പ്രിൻസിപ്പളും കൂട്ടുകാരും വന്ന് ജോണിയെയും വിക്കിയെയും രണ്ട് സൈഡിലേക്ക് മാറ്റി നിർത്തുമ്പോഴേക്കും അനു അങ്ങോട്ട് ഓടി വരികയാണ്. ഇവരെ രണ്ടുപേരെയും ഇച്ചിരി സമാധാനത്തിൽ രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട്, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നൊരു കാര്യം അറിഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒരാളുടെ തന്നെ മക്കളാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാ പിള്ളേരും എല്ലാവരും കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ രണ്ടും സഹോദരന്മാരാണടാ എന്നൊക്കെ പറയുന്ന പോലെ ഡയലോഗൊക്കെ അടിച്ച് എല്ലാവരുടെയും മുമ്പിൽ അവരെ മാനം കെടുത്തു. മാത്രമല്ല ഈ കാണിച്ചു കൂട്ടിയ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി റോയ് ആണ് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്.
എന്ന് അവൾ അവിടെ വെച്ചങ്ങ് വിളിച്ച് പറയാം. അതിനുള്ള പണി പുള്ളിക്കാരിക്ക് എന്തായാലും പിന്നെ കിട്ടും. കാര്യം ഈ റോയ് ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ടല്ലോ, അവൻ വീണതാണെന്നുള്ളതിന് വേറെ തെളിവൊന്നുമില്ലല്ലോ. ഈ കുട്ടി അവിടെ ഉണ്ടായിരുന്നു എന്ന് ഇവൾ തന്നെ വിളിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ റോയ് താഴെ വീണ് മരിച്ചതാണോ അതോ റോയിയെ തള്ളിയിട്ട് കൊന്നതാണോ എന്ന് പറയുന്നൊരു വലിയ ചോദ്യമുണ്ട്. അതിന് വേണമെങ്കിൽ ഇഷ്ടംപോലെ സാഹചര്യ തെളിവുകളും കിട്ടും. പക്ഷേ അതൊന്നും സിനിമയിൽ കാണിക്കുന്നില്ല കേട്ടോ. സിനിമയുടെ ലാസ്റ്റ് നമ്മൾ കാണുന്ന ഷോട്ട് എന്ന് പറയുന്നത് ഒരു ബൈക്കിൽ ഈ ചേട്ടനും അനിയനും കൂടി ഒരുമിച്ച് വരികയാണ്. അങ്ങനെ വന്നിറങ്ങിയ ശേഷം വിക്കി അനുവിൻ്റെ കരണക്കുറ്റിക്ക് ഒരു ഒറ്റ അടി, നല്ല കിണ്ണം കാച്ചൊരു അടി കൊടുക്കും. ആ അടി കൊണ്ട് പ്രിൻസിപ്പളൊക്കെ ആ കാര്യം പറഞ്ഞ് അങ്ങോട്ട് ഓടി വരുമ്പോഴേക്കും അനു ഈ അടി കൊണ്ട ശേഷം ഒരു ചിരി ചിരിക്കും. ഈ അടി നിനക്ക് കുറച്ചും കൂടി നേരത്തെ തരാൻ പാടില്ലായിരുന്നോടാ, വെട്ട് റാസ്കൾ എന്ന് പറഞ്ഞിട്ട് വിക്കിയെ കെട്ടിപ്പിടിക്കുന്നു. പിന്നെ കബഡി 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 പാട്ട് പാടി ഇങ്ങനെ പോവാണ്. ശരിക്കും ഈ അടി വിക്കി അനുവിന് കൊടുക്കേണ്ടതല്ല, വിക്കിയുടെ അച്ഛന് റോസി കൊടുക്കേണ്ടതല്ല, വിക്കിയുടെ അച്ഛൻ്റെ അമ്മാവന് പണ്ടേക്ക് പണ്ട് ആരെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു. എന്തായാലും ഒരു കോളേജ് കഥയിൽ നിന്ന് ആരംഭിച്ച് ഒരു മെഗാ ജിഗ സീരിയലിനുള്ള വൻ കഥയായി അധപ്പതിച്ചു പോയ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന സിനിമ ഏകദേശം ഇവിടം കൊണ്ട് അവസാനിച്ചു. പ്രസാദ് കളർ ലാബിൽ എന്തോ ആണ് ഇതിൻ്റെ കളറിങ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇതിൻ്റെ ക്രെഡിറ്റ്സ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിൽ ഇതിൻ്റെ പഴയ പ്രിൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ 4K ഡോൾബി അറ്റ്മോസിലേക്കൊക്കെ അപ്സ്കെയിൽ ചെയ്ത് റിലീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയ്ക്കൊക്കെ വേണം എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ടാവും. പക്ഷേ ഈ സിനിമയിൽ ഗീതു മോഹൻദാസ് ഇട്ടിട്ടുള്ള അസാധ്യമായ ഒരുപാട് എക്സ്പ്രഷനുകളുണ്ട്. നമ്മൾ പറയില്ലേ മറ്റേ ഗർഭിണികളും പ്രായമായവരും ഒന്നും കാണരുത് എന്നൊക്കെ നമ്മൾ ചില ഭീകര സീനുകളുള്ള സിനിമയെക്കുറിച്ച് പറയാറുണ്ട്. അതുപോലെ സ്കിന്നിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ സിനിമ കാണാതിരിക്കുന്നതാണ് നല്ലത്. തൊലി അപ്പാടെ ഉരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് അത്യാവശ്യം പ്രശ്നമൊന്നും ഇല്ലായിരുന്നുകൊണ്ട് എൻ്റെ തൊലി അങ്ങനെ ഉരിഞ്ഞു പോയിട്ടില്ല. പക്ഷേ ഉരിയിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഈ പറഞ്ഞത് മുഴുവൻ കേട്ടിട്ട് അത്രയ്ക്ക് അടിപൊളി പടമാണെങ്കിൽ ഒന്ന് കാണണമല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് വരുന്ന സമയത്ത് കേൾക്കുന്ന ഒരു മെനകെട്ട ട്രാക്ക് ഉണ്ട്, വാട്ട് ക്യാൻ ഐ സേ ടു യു. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. പക്ഷേ ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയാണെന്നേ. അങ്ങനെ നിങ്ങൾ അഥവാ ഈ സിനിമ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമ കാണണോ വേണ്ടിയോ തീരുമാനിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വൻ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.